ലോക്കൽ വർക്ക്ഷോപ്പിൽ ഉടായ്പകളിൽ ചെന്ന് പെടാതിരിക്കാനും വഞ്ചിതരാവാതിരിക്കാനും വേണ്ടിയുള്ള ടിപ്സാണ് ഇന്ന് പറയുന്നത്. അത് ഞാൻ സ്വയം വഞ്ചിക്കപ്പെട്ട് ആണ് നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് പറയാനുള്ള അധികാരം ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതുവെ വണ്ടി ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ തന്നെയാണ് പീരിയോഡിക് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഒട്ടും പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ വണ്ടിയുടെ കുറച്ച് പുള്ളിങ് കുറവും അല്ലെങ്കിൽ സ്മോക്കൊക്കെ കുറച്ച് കൂടുതലാണ്. ഫോർഡ് ആസ്പയർ ആണ് വണ്ടി, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കമ്പനിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നമ്മൾ EGR ഇൻലെറ്റ് മാനിഫോൾഡും സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ഇന്റർകൂളറൊന്നും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ ഓരോ ഒരു 50,000 അല്ലെങ്കിൽ 60,000 കിലോമീറ്ററിലൊക്കെ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ്, അതായത് കരി പിടിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള എയർ സപ്ലൈ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതുപോലെ നമ്മളുടെ ഒരു നല്ല വെയിലുണ്ട്, ഓക്കെ. അപ്പോൾ നമ്മൾ അത് കൂടാതെ വണ്ടിയുടെ ഒരു പുള്ളിങ് കുറവുണ്ടാവും. നമ്മൾ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, വണ്ടി കയറാത്ത പോലെ തോന്നുക. പിന്നെ അത് കൂടാതെ നല്ല സ്മോക്ക് ഉണ്ടാവുക, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കമ്പനി ചോദിച്ചത്. അപ്പോൾ അവരവിടെ ഇതുവരെ അങ്ങനെ ചെയ്യാറില്ല. അവർ കുഴപ്പമില്ല സാറേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ മേ ബി അവർക്ക് ഇതിൽ ലേബർ മാത്രമല്ലേ കിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കാം ചിലപ്പം വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ ചിലപ്പോൾ കുറച്ചൊന്ന് പുഷ് ചെയ്ത് ചിലപ്പോൾ ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാനിത് ഈ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുറത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് വർക്ക്ഷോപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ചെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു EGR ഇന്റർകൂളറൊക്കെ ക്ലീൻ ചെയ്യണം, എത്ര രൂപയാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു 2,000 മുതൽ 2,500 വരെ മാക്സിമം, അതിനുള്ളിലായിരിക്കും നിൽക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വണ്ടി കൊണ്ടിട്ട് ഞാൻ ചോദിച്ചാൽ എത്ര നേരം വേണം, ഒരു 2 ദിവസം എടുത്ത് എന്തായാലും വേണ്ടി വരും, വണ്ടി ഇടേണ്ടി വരും, നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ സമയമൊക്കെ കണ്ടെത്തി ഒരു ദിവസം കൊണ്ട് വണ്ടി ഇട്ടു. ഒരു ദിവസം രാത്രി കൊണ്ടുപോയി വണ്ടി ഇട്ടു. അവിടെ നിന്ന് പിറ്റേ ദിവസം അവർ വണ്ടി തൊട്ടിട്ടില്ല അവിടെ. അപ്പോൾ ഇതിനിടയിൽ പുള്ളി പറയുന്നുണ്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കാൻ ചെയ്യേണ്ട കാരണം സ്കാൻ ചെയ്യണതിന് 500-600 രൂപ മേടിക്കും. ഒരു കാര്യമില്ലാതെ എന്ന് പറയാനുള്ള ഒരു സർവീസാണ് ഇല്ലെന്ന് ഞാൻ പറയാനുള്ള. അപ്പൊ വെറുതെ എന്തിനാണ് സ്കാൻ ചെയ്യണേ? കാരണം സ്കാൻ ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇത് ക്ലീൻ ചെയ്തിട്ട് വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാം. എന്തായാലും ഇത് ക്ലീൻ ചെയ്യണം, കാരണം അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനത് സമ്മതിച്ചില്ല സ്കാൻ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. വെറുതെ എന്തിനാണ് നമ്മളെ പൈസ കളയുന്നത്? അങ്ങനെ പുള്ളിക്ക് അതിന്റെ ഒരു അമർഷമുണ്ട്. പുള്ളി 2 പ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ രാത്രി വൈകിട്ട് കൊണ്ടുപോയി വണ്ടി ഇട്ടു. പിറ്റേ ദിവസം കൊണ്ടുപോയി അവർ നോക്കിയിട്ടില്ല. പിറ്റേ ദിവസം വണ്ടി നോക്കിയിട്ടേ ഇല്ല, കാരണം ഞാൻ അതിലിടയ്ക്ക് പോകുമ്പോൾ നോക്കുന്നുണ്ട്, വണ്ടി എടുത്തിട്ടേ ഇല്ല അവർ. 2ാമത്തെ ദിവസമാണ് രാവിലെ എനിക്ക് കോള് വരാം വർക്ക്ഷോപ്പിൽ നിന്ന്. ഇത് അഴിക്കാൻ പറ്റിയില്ല, EGR അഴിക്കാൻ ബുദ്ധിമുട്ടാണ്, കരി പിടിച്ചിട്ട് അഴിക്കാൻ പറ്റണില്ല. നമ്മളിപ്പോൾ മൊത്തം യൂണിറ്റ് ആയിട്ടാണ് അഴിച്ചേക്കുന്നത്. എന്നൊക്കെ ഞാൻ ഫോട്ടോ ആഡ് ചെയ്യും. അപ്പോൾ യൂണിറ്റാണ് അഴിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്തുള്ള വർക്ക്ഷോപ്പാണ്. അപ്പം അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഞാൻ ഫോട്ടോ താഴെ കൊടുക്കാം. ഇതാണ് സംഭവം. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂളന്റ് പോകുന്ന ഒരു പൈപ്പ് ഉണ്ട്, ഹോസല്ല പൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് കൂളന്റിന്റെ മീൻസ് നമ്മളെ റേഡിയേറ്ററിൽ നിന്ന് ടാങ്കിൽ നിന്ന് നമ്മൾ കൂളന്റ് ഫില്ല് ചെയ്യുന്ന ടാങ്കിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു പൈപ്പിന് ചെറിയൊരു ലീക്ക് ഉണ്ട്. അപ്പോൾ കമ്പനിയിൽ നിന്ന് മാറുന്ന കാര്യം പറഞ്ഞായിരുന്നു അവർ. സമയമില്ലാത്തതുകൊണ്ടൊന്ന് മാറാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ വരുന്നൊരു പൈപ്പ് ഉണ്ട്, അതായത് നല്ല ഹാർഡായിട്ടുള്ള പൈപ്പാണ്. ഈ സാധനം ഒടിച്ചു വെച്ചേക്കുവാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് ഇതിലായിരുന്നു ഇത് ലീക്ക് ഉണ്ടായിരുന്നത്. പൊട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അനങ്ങുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്ക് പൊട്ട് വരാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് അനങ്ങാത്തൊരു സാധനം, നല്ല ഹാർഡായിട്ടുള്ളൊരു പൈപ്പാണ്. അതിൽ ലീക്ക് വന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഈ സാധനം പൊട്ടിച്ചു വെച്ചു. എന്നിട്ട് എന്നെ കാണിച്ചു തരും. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി ഇതെന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, തൊട്ടടുത്തുള്ളതാണ്, നമ്മൾ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, അവന്മാരെ ഓടിച്ചാണെന്ന് അവന്മാർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പോൾ ഓടിച്ചു, ഇനിയിപ്പോൾ എന്ത് പറയാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, പോയി കയ്യിൽ നിന്ന് കാശ് പോയി. അപ്പോൾ ഞാൻ 100 രൂപ വരും, 1,250 രൂപ വരും, പോയി മേടിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ശരി മാറ്റിക്കോ. അപ്പോൾ ഞാൻ വിചാരിച്ച അവന്മാരെ കയ്യിൽ നിന്നൊരു ഓടിച്ചായതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് ലേബർ വാങ്ങിക്കൂല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ. അവസാനം ഈ സാധനം ഓടിച്ച് ഈ സാധനം വാങ്ങിച്ചിട്ട് വന്നു, കാര്യങ്ങളൊക്കെ കളഞ്ഞു. അതിനുശേഷം 3ാമത്തെ ദിവസം, അതായത് ബുധനാഴ്ച രാത്രി വണ്ടി കൊണ്ടുപോയിട്ടിട്ട്
വെള്ളിയാഴ്ചയാണ് ഈ സംഭവങ്ങൾ എടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ വൈകിട്ട് കിട്ടുമോ എനിക്ക്, കാരണം എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ടാണ് വണ്ടി കൊടുത്തേക്കുന്നത്. ഞാൻ വെച്ചാൽ നമ്മളുടെ വണ്ടിയാണ്, അത് ക്ലീൻ ചെയ്യാൻ സമയം എടുത്താലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരട്ടെ, ഒപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കൊണ്ടേ കൊടുത്തത്. അങ്ങനെ അത് ശനിയാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും, അപ്പോൾ ഈ വ്യാഴം കഴിഞ്ഞു, വെള്ളിയും കഴിഞ്ഞു, കിട്ടിയില്ല. ബാക്കി പോക്കുകളൊക്കെ ക്യാൻസൽ ചെയ്തു. ശനിയാഴ്ച രാവിലെ വിളിച്ചേക്കുവാണ്, ഇത് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഇന്റർകൂളർ പോലും അഴിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് പറയാണ് ഇന്റർകൂളറിൽ നിറച്ച് ഓയിലായിരുന്നെന്ന് പറഞ്ഞു രാത്രി വിളിച്ചിട്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാനൊരു വരാമെന്നും പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഈ ബമ്പർ പോലും അഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ കാണുന്നതെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും അതില്ല, അത് ആ ഒരു നുണ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ പല തള്ളുകൾ പലത് ഇങ്ങനെ വരുന്നുണ്ട്. ആ BMW മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ തള്ളുകളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ നടക്കട്ടെ കാര്യങ്ങൾ. എന്തായാലും ഫസ്റ്റ് ടൈം കൊണ്ടുപോയി കൊടുത്തതാണ്, അപ്പം വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ശനിയാഴ്ച രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. അവസാനം ഉച്ചയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് വന്ന് ബില്ലടിച്ച് തന്നേക്കുന്നതാണ്. അതായത് 2500 രൂപയ്ക്ക് തീരേണ്ട പണിയുടെ ബില്ലടിച്ച് വെച്ചേക്കുന്നതാണ് 5500 രൂപ എൻ്റെ അടുത്ത്. അപ്പോൾ 2500 ഞാൻ ഇതിട്ട് കൊടുത്തു, അഡ്വാൻസ് കൊടുത്തായിരുന്നു. എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇനി ബാക്കി എത്ര ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു 3500, അതായത് 6000 രൂപ ടോട്ടൽ വരും. ഞാൻ പറഞ്ഞു എനിക്ക് ബില്ല് വേണമെന്ന് പറഞ്ഞു. ബില്ല് വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട്, അപ്പോൾ 2500 ഇട്ടല്ലേ, ഓക്കെ ഞാൻ ബില്ല് എഴുതി കൊണ്ടുവന്നു. ഒപ്പിച്ചിട്ട് ബില്ല് എഴുതി കൊണ്ടുവന്നത്. ബില്ല് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ ഈ വർക്ക്ഷോപ്പിൻ്റെ പേരൊന്നും അതിൽ ആഡ് ചെയ്യുന്നില്ല, ഞാനത് ക്രോപ്പ് ചെയ്തിട്ട് ഇടുന്നത്. 3 ക്ലിപ്പ് 70 രൂപ, ഓക്കെ കുഴപ്പമില്ല. ഈജർ ക്ലീനിങ്, ഇന്റർകൂളർ ക്ലീനിങ്, കൂളന്റ് ഹോസ് ചേഞ്ചിങ്, അത് ഈ ഒടിച്ച ഹോസും കൂടെ ചേഞ്ച് ചെയ്യാനായിട്ട് 3500 രൂപ ലേബർ. ഈ പൈസ നമുക്ക് ഇവിടെ വരത്തില്ല, ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ ഈ പൈസ വരത്തില്ല. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ള പെട്രോളും കാർബൺ ക്ലീനറൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഈ 2500 സാധാരണ വർക്ക്ഷോപ്പിൽ അവർ വാങ്ങിക്കുന്നത്. ഇത് പുള്ളിയുടെയൊക്കെ അത് അഡീഷണൽ, അത് പെട്രോൾ 100 രൂപ, കാർബൺ ക്ലീനർ 180 രൂപ, കാർബൺ ക്ലീനർ ഒപ്പിച്ച് വെച്ചേക്കുക. കൂളന്റ് ഹോസ് 1650 രൂപമാർ ഒടിച്ച ഹോസ്, അതിൻ്റെ പൈസ കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ വന്നേക്കുന്ന 5500 രൂപ. ഞാൻ ആലോചിക്കുകയാണ്, ഇത് ഞാൻ നേരെ കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇവന്മാർക്ക്, ഒന്നാമത്തെ കാര്യം ഇവന്മാർക്ക് ഈ വണ്ടി അഴിച്ചിട്ടില്ല ഇവര്, അത് സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് ഇതിന്റെ സ്ക്രൂ ഇല്ലെന്നൊക്കെ എന്തൊക്കെയോ പറയണ്ട. ഒരു വർക്ക്ഷോപ്പാണ്, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. ഇതൊന്നും ചെയ്യാണ്ട് ഈ ബില്ലടിച്ച് വെച്ചേക്കുക. ഞാൻ പറഞ്ഞു ഇതിൽ നിന്നെല്ലാം കുറയോ, ഇത് കൂടുതലാണ്. ഈ 3500 രൂപ ലേബർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. കാരണം നിങ്ങൾ ഒരു 2500 പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു 3000 ഒതുക്കാമായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവാനായി. കാരണം ഇതിപ്പോ നമ്മള് സർവീസ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും വരില്ല, ഇവരുടെ ടാക്സ് ഉൾപ്പെടെ ഇതേ വരുള്ളൂ. എന്നിരുന്നാൽ കൂടെ അവർ പ്രൊഫഷണലായിട്ട് വളരെ കറക്റ്റായിട്ട് ചെയ്തു തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെയാണ്, ഇതൊരു ഉടായ്പാണ്. പല ഉടായ്പകൾ ഇതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്. എപ്പോൾ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും, എന്നിട്ട് നൈസായിട്ട് പറയും അത് പോയി ഇത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാവർക്കും, നിങ്ങൾ അങ്ങനെ അനുഭവമുള്ളവർ ഇവിടെ കമന്റ് ചെയ്തോ. ഞാൻ പറയുന്നു ഒരു 10-20 പേരെങ്കിലും മിനിമം ഇതിൽ അനുഭവം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ചാനലിൽ അധികം വ്യൂവേഴ്സ് ഒന്നും ഇല്ല, എന്നാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലിപ്പോൾ ഇവരെന്താ ചെയ്ത് ഒപ്പിച്ച് വെക്കണ പണിയെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യിക്കാൻ എന്നെ കൊണ്ട് കുറേ നോക്കി. അപ്പോൾ ആ പൈസ കിട്ടിയില്ല. അപ്പോൾ തന്നെ നൈസായിട്ട് ഇതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനം കൊണ്ട് ഒടിച്ചു വെച്ചു. ഒടിച്ച സംഭവം ഇതാണ്, ഞാൻ കാണിച്ചു. ഇതാണ് ഈ പൈപ്പ് എന്ന് പറയണത്. ഇത് ഇത്രയും ഹാർഡായിട്ടുള്ളൊരു സാധനം ഉള്ളിൽ നിന്ന് ഓടിക്കണമെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിന് ലീക്ക് വരിക? ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു പൈപ്പിന് ലീക്ക് വരിക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? എത്രയൊക്കെ ചൂടായാലും ഒരു പരിധിയില്ലേ? ലീക്ക് വന്നാൽ ഇത് വലിച്ചൊടിച്ച് വെച്ചേക്കുക ഈ സാധനം, ഈ അവസ്ഥയിലാക്കി വെച്ചേക്കുക. ഇതാണ് 1650 രൂപ വാങ്ങിച്ചത്. ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മിക്ക വർഷം ഞാൻ പറയുന്ന ഒരുപാട് നല്ല വർക്ക്ഷോപ്സ് ഉണ്ടാവും, പക്ഷെ ഞാൻ ചെന്ന് പെടുന്നതെല്ലാം ഇതുപോലത്തെ ലുടുക്ക് സ്ഥലത്താണ്. അതെൻ്റെ ഗതികേടെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ ചെയ്ത് വെച്ചേക്കണത് ഇങ്ങനെ ചെയ്ത് ഇത് ഒടിച്ചു കഴിഞ്ഞപ്പോൾ അത് മേടിപ്പിച്ചു. അത് കൂടാതെ അത് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു 1000 രൂപ എടുത്ത് അവർ സർവീസ് ചാർജ് മേടിച്ചു. അപ്പോൾ ശുഭം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലോക്കൽ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളവിടെ വണ്ടി കൊടുക്കുക. ഈ പ്രശ്നം തന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് വണ്ടി തന്ന വണ്ടിയിൽ മൊത്തം കരിയാണ്. ഇവിടെയൊക്കെ ഒന്നാമത് ബീജ് കളറാണ്, ഇതിനുള്ളിലടക്കം മൊത്തം കരിയും പിടിച്ച് നശിപ്പിച്ച് ആണ് വണ്ടി തന്നേക്കുന്നത്. ഡീസലൊക്കെ തെച്ച് തന്നു, കൊണ്ടുപോയി കഴുകാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു. ഫ്രണ്ടൊക്കെ മുഴുവനും കരിയാണ്. ഞാൻ പറയുന്നു അറ്റ്ലീസ്റ്റ് നമ്മൾ കഴുകുന്ന പൈസയെങ്കിലും ഒരു 500 രൂപയുടെ കഴുകുന്ന പൈസയെങ്കിലും നമ്മൾ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലാണെങ്കിൽ അവന്മാർ കഴുകിയിട്ടൊക്കെ വണ്ടി തരുള്ളൂ, നീറ്റായിട്ട് തരുള്ളൂ. ചെയ്യുമ്പോൾ അവർ പ്രൊഫഷണലായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഇതുപോലെ ഒടിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ പ്രശ്നമാക്കി കഴിഞ്ഞാൽ അവർ ചേഞ്ച് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുക്കുക.
അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥന എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ തരുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റൊരു സ്ഥലത്ത് ഒരു പൈസ വരാതിരിക്കാനും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാറ്റാനും അനാവശ്യമായിട്ടുള്ള റീപ്ലേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങളെടുത്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ നമുക്കിട്ട് ഇതുപോലെ താങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അതുപോലെ തന്നെ കുറച്ച് ലോക്കൽ വർക്ക്ഷോപ്പ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഒരു കവർ ചെയ്യണ രീതിയിൽ നമ്മൾ ഈ ഗ്രീസും കാര്യങ്ങളൊന്നും ആവാതിരിക്കാനുള്ള ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഈവൻ കമ്പനികൾ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ വാങ്ങിച്ച് ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയെങ്കിലും നീറ്റായിട്ട് കിടക്കും. ഇത് വണ്ടി മൊത്തം കുളമാക്കുകയും ചെയ്തു, ഉള്ളിലുള്ള വൈപ്പും പൊട്ടിച്ചു, ലോകത്തില്ലാത്ത ലേബർ ചാർജ് മേടിക്കുകയും ചെയ്തു. ഇതെല്ലാം ചെയ്ത് വണ്ടി മൊത്തത്തിൽ കുളമാക്കി തന്നു. പിന്നെന്താ ഗുണമെന്ന് വെച്ചാൽ ക്ലീനിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ മൈലേജും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഈ രീതിയിൽ മനുഷ്യനെ കൊല്ലുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾ ദയവായിട്ട് നിർത്തണം. കാരണം കസ്റ്റമേഴ്സ് പലരും അവർക്ക് ചിലപ്പം എല്ലാവർക്കും സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടി ഒരാളെങ്ങനെ കൊല്ലരുത്. അപ്പോൾ പലരോടും അവിടെ കൊടുക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെയാണ്. ചെല്ലുമ്പോൾ കുഴപ്പം ഒന്നായിരിക്കും പറയണത്. അവരഴിച്ച് മൊത്തത്തിൽ കുളമാക്കി അലമ്പാക്കിയിട്ട് അവസാനം തോന്നിയ പൈസ മേടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു അഭ്യർത്ഥനയാണ്. എല്ലാവരും അങ്ങനെ ആണെന്നൊന്നും പറയുന്നില്ല. ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ ആവശ്യമുള്ള കാര്യം മാത്രം ചെയ്യുക. മനഃപൂർവ്വം നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടി വണ്ടി പിടിച്ചിടുക, ഇതുപോലെ 3 ദിവസമൊക്കെ പിടിച്ചിടുക, എന്നിട്ട് സമയം പോയി സമയം എടുത്താൽ ചെയ്തെന്നൊക്കെ നിങ്ങൾ കള്ളത്തരമൊക്കെ പറഞ്ഞിട്ട് എന്തിനിങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്? ഇതൊന്നും ശാശ്വതമല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇങ്ങനെയൊന്നും പൈസ ഉണ്ടാക്കിക്കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ആളുകളെ. അപ്പോൾ പലരും മിണ്ടാതിരിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ പലരും അതറിയാത്ത പോലെ നിൽക്കുന്നത്. ഞാനടക്കം അതറിയാത്ത പോലെ നിൽക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ ദയവ് ചെയ്ത് ആളുകളെ കൊല്ലരുത്, മനസ്സിലായോ? ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഇപ്പോൾ ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് വണ്ടിയെങ്കിലും മര്യാദയ്ക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പെടലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പല വീഡിയോസ് ഇതിന് മുന്നേയൊക്കെ ഉണ്ട്. പിന്നെ ഇത് മൊത്തം നമ്മളിങ്ങനെ കംപ്ലയിൻസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പരാതികളൊന്നും അധികം ഇല്ല. പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമേറ്റ് 07 ചാനൽ. വണ്ടിയൊക്കെ ഉള്ളവർ സൂക്ഷിച്ചും കണ്ടൊക്കെ സർവീസ് ചെയ്യാനൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് അവിടെ പോയി കണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയും യൂസ്ഫുൾ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും കാണാം. അതുവരെ ബൈ.